ഹലോ എവ്രി വൺ. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹവും കുറച്ച് നാളത്തെ പ്രിപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് ഞാനിതാ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ യൂട്യൂബ് ചാനലിൻ്റെയും ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു ഗെറ്റ് ടു നോ മീ വീഡിയോ ഒക്കെ ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് നാട്ടു നടപ്പൊന്നും തെറ്റിക്കേണ്ട, നമ്മുടെ ഫസ്റ്റ് വീഡിയോയും അത് തന്നെ ആക്കാമെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. എൻ്റെ പേര് ദിവീന അനിൽ. ഞാൻ കേരളത്തിലെ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ വളർന്നതൊക്കെ ഒമാനിൽ, മസ്കറ്റിലായിരുന്നു. സ്കൂളിംഗ് ഒക്കെ ചെയ്തത് അവിടെയാണ്. അത് കഴിഞ്ഞ് കോളേജ് ജോയിൻ ചെയ്തത് കൊച്ചിയിലായിരുന്നു, എറണാകുളത്ത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ചാൾ നാട്ടിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ ആയിട്ട് കുറച്ചാൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 6 മാസം മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഞാൻ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. യൂറോപ്പിലെ ഒരു വളരെ ചെറിയ ബട്ട് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രി ലക്സംബർഗിലേക്കാണ് വന്നത്. നിങ്ങൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ കൺട്രിയെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ലക്സംബർഗിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു പ്രഹസനം, എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി എല്ലാവരെയൊക്കെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമൊന്നുമില്ല. ഞാൻ ഒരു വലിയൊരു കോണ്ടൻറ്റ് കൺസ്യൂമറാണ്. യൂട്യൂബിലാവട്ടെ, ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, എല്ലായിടത്തും ഇങ്ങനെ വീഡിയോ കോണ്ടൻറ്റ് ഒരുപാട് കാണുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ കാണുന്ന കാഴ്ചകളും കുറച്ച് എക്സ്പീരിയൻസസും ഒക്കെ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് പണ്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ക്യൂറേറ്റ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ കമ്മ്യൂണിറ്റിക്കും ഫേസ്ബുക്കിലും ഒക്കെ അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തു വൈ നോട്ട് യൂട്യൂബ് ആകുമ്പോൾ ഒരു വൈഡർ ഓഡിയൻസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. വൈഡർ ഓഡിയൻസിന് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. എത്രത്തോളം എല്ലാവർക്കും ഇത് ഇഷ്ടമാവും എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ദീസ് ആർ ദ കൈൻഡ് ഓഫ് വീഡിയോസ് ദറ്റ് ഐ വാച്ച്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാണുന്ന കാഴ്ചകൾ, പോകുന്ന സ്ഥലങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, പുതിയ എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ ലൈഫ് സ്റ്റൈൽ വീഡിയോസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം, അത് യൂട്യൂബിൽ ഇടാം എന്നാണ്. അപ്പോൾ അത് വേറെ ആരും കണ്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ച് വർഷങ്ങൾക്കപ്പുറം ഇത് കാണാമല്ലോ. ആൻഡ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഹാപ്പനിങ് സിറ്റുവേഷൻ അല്ലേ. കല്യാണം കഴിയുന്നത് തന്നെ വളരെ വലിയൊരു ചേഞ്ച് നടക്കുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ വേറൊരു കൺട്രി, വേറൊരു കോണ്ടിനെൻറ്റിലെത്തുന്നു. ഒരുപാട് കൾച്ചർ ഷിഫ്റ്റ് ഉണ്ട്. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ ആളുകളെ കാണുന്നു, സ്ഥലങ്ങൾ കാണുന്നു, ഒരുപാട് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് തോന്നി. എനിക്കത് ഷെയർ ചെയ്യണം, എനിക്കറിയുന്നവർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ വിചാരിച്ചത് യെസ്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അറ്റ്ലീസ്റ്റ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസൊക്കെ എനിക്കിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് യൂട്യൂബ്. അതാണ് അപ്പം ഞാൻ ഈ ഒരു ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ വലിയ പ്രോമിസസ് ഒന്നുമില്ല, എന്നാലും മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്യണം, എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. വലിയ പ്ലാൻസ് ഒന്നുമില്ല, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വലിയ പ്ലാനുകളൊന്നുമില്ല. എന്നാലും കുറച്ച് വീഡിയോസിൻ്റെ ഐഡിയാസ് ഇപ്പോൾ ഉണ്ട്, കുറച്ചൊക്കെ പഠിപ്പുരയിലാണ്. അതൊക്കെ വൈകാതെ ഷെയർ ചെയ്യും. അപ്പോൾ അത്രയൊക്കെ തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും എന്നെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ, ഇഷ്ടമായില്ലെന്നോ എന്തെങ്കിലും അറിയിക്കണം എന്നുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. ഇനി അതെന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇങ്ങനെ ഒരെണ്ണം ചെയ്തുകൂടെ എന്നൊക്കെ സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യുക. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ട്രൈ ചെയ്യും. പിന്നെ ഈ കുട്ടി കൊള്ളാലോ, തരക്കേടൊന്നുമില്ല, ഇനിയും ഈ കുട്ടിയുടെ വീഡിയോസ് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് ഞെക്കുക. ബാക്കി കാര്യം ഞാൻ വീഡിയോസ് ഇട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.